കഴിഞ്ഞ 5 കൊല്ലവും കേരള രാഷ്ട്രീയത്തിലും കേരള നിയമസഭയിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് പോരാട്ടങ്ങളെന്ന് പറയുന്നത്, പ്രത്യേകിച്ചും അതിന് നേതൃത്വം കൊടുത്തത് 2 വ്യക്തികളായിരുന്നു. അതിലൊന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിരുന്നു കഴിഞ്ഞ 5 കൊല്ലവും നേതൃത്വം കൊടുത്തത്. പ്രതിപക്ഷ നേതാവായിട്ട് വി.ഡി. സതീശൻ കൂടിയായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ അതിശക്തമായിട്ടുള്ള വാക്പ്രയോഗങ്ങളും ഏറ്റവും രൂക്ഷമായിട്ടുള്ള സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടു. ഇതിനെല്ലാറ്റിനും ഏറ്റവും ഒടുവിൽ ഇനിയുള്ള 5 കൊല്ലത്തേക്ക് ഏതാണ്ട് അതിൻ്റെ തന്നെ ഒരു തനിയാവർത്തനം ഉണ്ടാകാൻ പോകുന്നുവെന്നാണ്. പക്ഷേ രണ്ടുപേരും സൈഡുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതിൽ പിണറായി വിജയൻ ഇത്രയും കാലം മുഖ്യമന്ത്രിയായിരുന്നുവെങ്കിൽ ഇനി 102 സീറ്റുകളുമായി അത്യുജ്വല വിജയവുമായിട്ട് വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. 11 ദിവസത്തെ വലിയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ, വലിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത്. എന്താണെങ്കിലും ശരി, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ കെ.എൻ. ബാലഗോപാലിനെയോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെയോ പോലുള്ള ഒരാളെ തന്നെ വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവാക്കാവുന്നതായിരുന്നു. പക്ഷെ അതല്ല, 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 82 വയസ്സുള്ള പിണറായി വിജയൻ തന്നെ പാർലമെൻ്ററി പാർട്ടി ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായി മാറിയിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരും 2 സൈഡുകളിലേക്ക് മാറിയിരിക്കുന്നു. അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഇനി കാണാൻ പോകുന്നത്. ഇത് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ വിലയിരുത്താൻ പോകുന്നത്. മറ്റാരും തന്നെ പറയാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ആ പറയാനുള്ള കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനെ കുറിച്ച് നമ്മൾ 2 വാചകങ്ങൾ കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ആ 2 വാചകങ്ങളിൽ ഒന്ന്, നമ്മളൊരു വലിയ പോഡ്കാസ്റ്റുകൾ എടുക്കുന്ന മറ്റൊരു ചാനൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. എന്ന് പറഞ്ഞാൽ അത്രയും വലുതായിട്ട് പേരിട്ടിട്ടില്ല. BCC വിത്ത് രതീഷ് ചക്രവാണി എന്നാണ്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു പൊതുധാരണകൾക്കും അപ്പുറം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. അതായത് ആളുകളുടെ ഒരു പൊതുബോധ നിർമ്മിതിക്കും അപ്പുറം എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വാചകം, പ്രത്യേകിച്ചും ജനകീയ പൊതുബോധ നിർമ്മിതികൾക്കും അപ്പുറം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ നമ്മുടെ ആ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെയിലർ, ആദ്യത്തെ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഇപ്പോൾ ഇന്നത്തേക്ക് വന്നേക്കും. ബാക്കിയുള്ളതെല്ലാം തന്നെ നാളെയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലോ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിലൊരു വീഡിയോ ആണ്. അത് വിശദമായി കാണണം എന്ന് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആ ചാനലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പോഡ്കാസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് വലിയ ചിലവേറിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ആ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ലെവൽ 1 ലെവൽ 2 ലെവൽ 3 ലെവൽ 6 വരെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന എമൗണ്ടുകൾ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോകൾ നേരത്തെ കാണാം എന്നല്ലാതെ മറ്റു വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ചാനൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സുള്ള ആളുകളുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. കൂടാതെ അതല്ല, വലിയ രീതിയിൽ നമ്മളെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ട് നമ്പറും അതുപോലെ ഗൂഗിൾ പേ നമ്പറും കൂടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞോട്ടെ. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. കാരണം പിണറായി വേഴ്സസ് വി.ഡി. സതീശൻ, അല്ലെങ്കിൽ വി.ഡി. സതീശൻ വേഴ്സസ് പിണറായി ഇനി എങ്ങനെയായിരിക്കും സംഭവിക്കുക, എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത് വളരെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവാണ് CPM-ൻ്റെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലരുമൊക്കെ പറയുന്നത് പോലെ 82ാമത്തെ വയസ്സിലും ഇദ്ദേഹത്തിന് അധികാര കൊതിയാണ്, അതുകൊണ്ട് ഇത് ഏറ്റെടുത്തതാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, ഇത് പൊളിറ്റ് ബ്യൂറോയും CPM-ഉം ഒക്കെ കൂടി തീരുമാനിച്ച് ഇതല്ലാതെ മറ്റാരെയും ആക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കെ.എൻ. ബാലഗോപാലിനെയൊക്കെ ആക്കിയാൽ പോലും അദ്ദേഹം അത്രത്തോളം അഗ്രസീവ് ആകണം എന്ന് നിർബന്ധമില്ല. അതുപോലെ സജി ചെറിയാനെയൊക്കെ ആക്കിയാൽ പോലും അത്തരത്തിലുള്ളൊരു സീരിയസ്നെസ് കിട്ടണമെന്നില്ല. അദ്ദേഹം പലപ്പോഴും കൈവിട്ടൊക്കെ സംസാരിച്ചു പോകുന്ന ഒരാളാണ്. പിന്നെ ഉള്ളത് മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് കുറേ കൂടി ആപ്റ്റായിട്ടുള്ള ഒരാളാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് മരുമകന് ഈ സ്ഥാനം കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു ആരോപണങ്ങൾക്കൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റു തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ അതൊന്നും വേണ്ട എന്ന് CPM തീരുമാനിക്കുകയും പിണറായിക്ക് തിരിച്ചു വരാൻ കഴിയും എന്നവർ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, രാഷ്ട്രീയത്തിലും അതുപോലെ സമൂഹത്തിലുമൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആരൊക്കെയാണോ പലപ്പോഴും മാധ്യമങ്ങളാലും മറ്റ് പത്രങ്ങളാലും അതുപോലെ മീഡിയ സ്ട്രാറ്റജികളാലും ഒക്കെ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്, അവരൊക്കെ തന്നെ വളരെ ശക്തിയായി തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയുന്നൊരു ചരിത്രമാണ്. അതിപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. മോദി ഏറ്റവും കൂടുതൽ അങ്ങനെ ആക്രമിക്കപ്പെട്ട ഒരാളാണ്. വംശഹത്യയുടെ ആളായി അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. അമേരിക്കയിലേക്ക് വിസ നിഷേധിച്ച ഒരാളാണ്.
പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അതിനേക്കാൾ കരുത്തനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ അതേ മീഡിയകളൊക്കെ തന്നെ അദ്ദേഹത്തെ പാടിപ്പോഴുത്തുന്നതാണ് കണ്ടത്. അപ്പോൾ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അങ്ങനെ ഒറ്റപ്പെട്ട അറ്റാക്കുകൾ നേരിടേണ്ടി വന്നാൽ പലപ്പോഴും അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ ഗുണമായി മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അതിൻ്റെ സൂചനകളൊക്കെ ഇപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ മാധ്യമങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് തർക്കങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഇത് വേണ്ടായിരുന്നു പുല്ല് എന്ന് പറയുന്നത് മലയാളികൾക്ക് ഓരോരുത്തർക്കും തോന്നുകയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ അതിദയനീയമാകും എന്ന് തോന്നുകയും ഒക്കെ ചെയ്തിരുന്നു. പലപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഒരു മൂഡിനനുസരിച്ചാണ് ജനം വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ചില കണക്കുകൾ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വ്യക്തമാകും. ഉദാഹരണത്തിന് പിണറായിയുടെ മുഖം കാണിച്ചതുകൊണ്ട് വോട്ടൊന്നും കുറഞ്ഞിട്ടില്ല. പകരം പിണറായിയുടെ മുഖം കാണിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുകൂടിയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം 65,90,000 വോട്ടുകളാണ് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ പറയുന്ന ഘടകകക്ഷികളൊക്കെ എല്ലാവർക്കും കൂടി കിട്ടിയത് അത്രയും വോട്ടുകളാണ്. അതിനുശേഷം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതേതാണ്ട് 71 ലക്ഷത്തോളം വോട്ടുകളായി മാറി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു 66-ൽ നിന്ന് 71 ലക്ഷം, ഏതാണ്ട് 5 ലക്ഷത്തിലധികം വോട്ടുകൾ കൂടി എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അതിനുശേഷം വീണ്ടും നിങ്ങൾ അറിയേണ്ടത് കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 81 ലക്ഷത്തോളം വോട്ടുകൾ നേടി LDF എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തേനേക്കാൾ, അതായത് ഈ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനേക്കാൾ വീണ്ടും ഒരു 10 ലക്ഷത്തിലധികം വോട്ടുകൾ കൂട്ടാനായിട്ട് LDFന് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി തട്ടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 15 ലക്ഷത്തോളം വോട്ടുകൾ കൂട്ടാൻ കഴിഞ്ഞു പിണറായി വെച്ചുകൊണ്ടുള്ള പ്രചരണത്തിന് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കണക്കുകൾ നമ്മളോട് പറയുന്ന കാര്യമാണ്. അത് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിക്കും, എന്നിട്ടും എങ്ങനെയാണ് തോറ്റത് എന്നുള്ളത് ചോദിക്കും. തോൽവി ഗംഭീര തോൽവിയാണ്. ആ തോൽവി ഉണ്ടായതിൻ്റെ കാരണം, തോൽവി ഒരു കനത്ത തോൽവിയുമാണ്. ആ തോൽവി ഉണ്ടായതിൻ്റെ കാരണം എന്ന് പറയുന്നത് വലിയ തോതിൽ വോട്ടുകൾ കൂട്ടാനായിട്ട് UDFന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ UDFന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2016-ൽ LDF അധികാരത്തിലേക്ക് വരുമ്പോൾ LDFന് കിട്ടിയിട്ടുള്ളത് 87 ലക്ഷത്തോളം വോട്ടുകളാണ്. അതേസമയം 2021-ൽ അധികാരത്തിലേക്ക് വരുമ്പോൾ കിട്ടിയിട്ടുള്ളത് 94 ലക്ഷത്തോളം വോട്ടുകളാണ്. ഇത്തവണ പക്ഷേ UDF അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത് 1 കോടിയിൽ പരം വോട്ടുകൾ നേടിക്കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് ഏതാണ്ട് 94 ലക്ഷം 95 ലക്ഷം വോട്ടുകളാണ്. ആ 96 ലക്ഷത്തോളം വോട്ടുകളാണ്. അപ്പോൾ അതിനേക്കാൾ 4 ലക്ഷത്തിലധികം വോട്ടുകൾ കൂടി കൂട്ടാൻ അവർക്ക് ഇത്തവണ കഴിഞ്ഞു. കഴിഞ്ഞ തവണ 2019-ലെ അതേ പാറ്റേൺ തന്നെ ഏതാണ്ട് തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞു. എല്ലാവർക്കും കിട്ടിയ വോട്ടുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് അത് തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ തവണ LDFന് പോലും ഇത്രയും വോട്ടുകൾ കിട്ടിയിട്ടുണ്ടായില്ല. അതിനേക്കാൾ ഒരു 4 ലക്ഷം വോട്ടുകളൊക്കെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വിജയം കരസ്ഥമാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ പോലും പിണറായിയെ മുന്നിൽ നിർത്തിയതുകൊണ്ടും ആ പ്രചരണവും കൊണ്ടാണ് കുറേ കൂടി വോട്ടുകൾ സമാഹരിച്ചത് എന്ന് പറയുന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികൾ മുതൽ സാംസ്കാരിക നായകർ മുതൽ സംഘപരിവാർ യൂട്യൂബ് ചാനലുകൾ മുതൽ പിന്നെ കോൺഗ്രസിൻ്റെ സിസ്റ്റം മുതൽ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ, അതായത് എതിർ ശത്രുക്കളെല്ലാം തന്നെ ഒന്നിച്ചു ചേരുകയും അവരുടെ വോട്ടുകൾ മൊബിലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഭരിച്ചു തുടങ്ങുമ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥകൾക്ക് വലിയ സാധ്യതകളില്ല എന്ന് പറയുന്ന തിരിച്ചറിവാണ് എത്തിയിരിക്കുന്നത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടുള്ള ആളുകളൊക്കെ തന്നെ കുറച്ചുകൂടി നല്ലതായിരുന്നു, അവരുടെ ഭരണവും ഇവരുടെ ഭരണവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു കമ്പാരിസന് അത് സഹായിക്കും. കാരണം പിണറായിയെ പരാജയപ്പെടുത്തിയത് പോലും ഈ പറയുന്ന അതിവൈകാരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, വളരെ നിസ്സാരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എടുത്ത് ഉയർത്തിക്കാണിച്ചുകൊണ്ടാണെന്നും അല്ലാതെ ഭരണപരമായിട്ടോ അഡ്മിനിസ്ട്രേറ്റീവായിട്ടോ വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടല്ലെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കമ്പയർ ചെയ്യപ്പെടുമ്പോൾ പിണറായിയുടെ മുഖം അവിടെ ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കൃത്യമായി CPM എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം അടുത്തവണ മുഖ്യമന്ത്രിയാകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം നിന്ന് പട നയിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ, പ്രതിപക്ഷ നേതാവാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവാകുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടി എടുത്തുകൊണ്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ഫൈറ്റ് ജയിലിൽ പിടിച്ചു നിൽക്കാൻ VD സതീശന് മാത്രമല്ല കോൺഗ്രസിന് ഒന്നാകെയും ബുദ്ധിമുട്ടാണ്. കൂടാതെ അദ്ദേഹത്തെ സഹായിക്കാനായി കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയുള്ളൊരു വലിയ പ്രതിപക്ഷവും കൂടി ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് ഇനി അടുത്ത 5 കൊല്ലങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്നത്.